വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയം ധ്യാനിപ്പാനായി ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. സ്തോത്രം. ദൈവപൈതലെ, പ്രൈസ് ദി ലോർഡ്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിക്കുന്നു നമുക്കവിടെ കാണാൻ കഴിയുന്നു. വളരെ ആത്മാവിൻ്റെ ശക്തിയോടെ പിതാവായ ദൈവത്തിൻ്റെ ശുശ്രൂഷ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന പ്രാരംഭ ശുശ്രൂഷ ഇവിടെ തുടങ്ങുകയാണ്. സ്നാനമേറ്റ ഉടൻ പിശാചുമായി മൽപ്പിടുത്തം നടത്തി 40 ദിവസം വനാന്തരങ്ങളിൽ പിതാവിനോട് ചേർന്ന് ഉപവസിക്കുകയും അനന്തരം അതിനകത്തു നിന്ന് പിശാചിൻ്റെ ശക്തിയെ ജയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെല്ലുകയാണ്. എന്നാൽ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയും, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ചെയ്യേണ്ട ശുശ്രൂഷയെപ്പറ്റി പ്രവാചകനായ യെശയ്യാവ് പ്രവാചകൻ വളരെ ശക്തി വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകലിൽ ഓരോ പുൽക്കൊടിയും ഭൂമിയിൽ മുളയ്ക്കുമ്പോൾ അതിൻ്റെതായ നിലയിലുള്ള വാഴ്ത്തത്വങ്ങൾ ദൈവം കൽപ്പിക്കുന്നു എങ്കിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഴ്ത്തത്വവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ പോകുക. അഭിഷേകം വ്യാപരിക്കുന്നവനെ ശത്രുവിന് തകർക്കുവാൻ കഴിയത്തില്ല. എക്കാലത്തും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രവൃത്തിയുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവജനമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നടക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. 13-ാം വാക്യം പറഞ്ഞു, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടു മാറി. ഹല്ലേലൂയ. കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ട് സാത്താൻ മാറി നിൽക്കുകയാണ്. കാരണം അവൻ്റെ ഒരു പദ്ധതികളും ഫലിക്കാതിരിക്കുന്നു. അവൻ്റെ ഒരു പ്ലാനുകളും യേശുവിൻ്റെ ശുശ്രൂഷയെ തൊടുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷത്തയെ, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ഏത് വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകണമെങ്കിലും അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ തികവുള്ള ശുശ്രൂഷകളിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ ഒരു ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, പിശാചിൻ്റെ സകല കുതന്ത്രങ്ങളെയും യേശു കർത്താവ് തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ശുശ്രൂഷയുടെ നടുവിൽ, ഈ സന്ദേശത്തിൻ്റെ നടുവിൽ ആത്മാവിൻ്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ചെക്ക് ചെയ്ത് നോക്കിയേ, ഞാൻ അന്ന് പ്രാപിച്ച ആത്മാവാണോ ഇന്നെന്നിൽ വസിക്കുന്നത് എങ്കിൽ നീ ചെല്ലുന്ന സ്ഥലത്ത് അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, അവൻ നോക്കൂ, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും എല്ലാവരെയും അവൻ്റെ സ്തോത്രം, പ്രകാശം ധരിക്കുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്ത അത്ഭുത ശുശ്രൂഷകളൊക്കെ വളരെ വ്യക്തമായും ശക്തമായും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് സഭകളിൽ ചെയ്യാൻ കഴിഞ്ഞു. ചർച്ചുകളിൽ കർത്താവിൻ്റെ പ്രവൃത്തി സ്തോത്രം പിതാവായ ദൈവം അനുവദിച്ചു എങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നിനക്ക് ഈ ഭൂപരപ്പിൽ വലിയ ദൗത്യങ്ങൾ ചെയ്യുവാൻ കഴിയും. വലിയ കാര്യങ്ങൾ അഭിഷേകത്തിൽ കൂടെ ചെയ്യുവാൻ കഴിയും. ഏത്
വിഷയത്തിന്റെ മധ്യത്തിലാണോ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അഭിഷേകമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം വിടുതൽ ഉറപ്പാണ്. വിടുതൽ നിന്റെ ജീവിതത്തിൽ ആമേൻ ഇന്ന് പകലിൽ അത് അതിൻ്റെതായ നിലയിൽ സംഭവിക്കുന്ന പകൽക്കാലം എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എന്നാൽ നോക്കൂ, ആമേൻ പ്രവചനമൊന്നും ആമേൻ തെറ്റായി പോയിട്ടില്ല കേട്ടോ. എല്ലാ പ്രവചനങ്ങളും അതിൻ്റെതായ നിലയിൽ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ നോക്കൂ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവിൻ്റെ ആമേൻ ശുശ്രൂഷയുടെ തുടക്കത്തിൽ സാത്താന്റെ ശക്തിയെ തകർക്കുവാനിടയായി. ശത്രു അവനെ വിട്ടു മാറി, യേശുവിനെ വിട്ട് കുറെ നാളത്തേക്ക് അവൻ പേടിച്ച് മാറിപ്പോയി. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിങ്ങളുടെ ആമേൻ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ ശത്രു ഇന്ന് പകൽക്കാലം പരാജയപ്പെടാൻ പോകുക. നന്മയ്ക്ക് വിരോധമായി ഉയർച്ചയ്ക്ക് വിരോധമായി ശത്രു വയ്ക്കുന്ന സകല കെണികളും ഇന്ന് പകൽക്കാലം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചന ദൈവത്തിലേക്ക് കേൾപ്പിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം 14-ാമത്തെ വാക്യം പറയുന്നു, യേശു ആമേൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള ആമേൻ നാട്ടിലൊക്കെയും പരന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി പിന്നെയും വെളിപ്പെടുത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവജനത്തിൽ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കണം. ഇന്ന് പകൽക്കാലയുടെ യാത്രകൾ, ശുശ്രൂഷകൾ, എല്ലാ കാര്യാദികളിലും പരിശുദ്ധാത്മാവിന് ശാന്തി കൊണ്ട് പുതിയ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ പൊനുകരത്തിലേക്ക് താഴ്ത്തുന്നു. ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ പ്രവൃത്തി കാണട്ടെ അപ്പ. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.